എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം സമയം 9:30 കേട്ടോ രാത്രിയിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു 8:45 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് കിടക്കും. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി. വേറൊന്നുമില്ല, ഇവിടെ ഒരാൾ ആക്രി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, അതെല്ലാം ഓടിപ്പിച്ചിട്ട് ഇപ്പം തന്നെ ആക്രിക്കകത്ത് കിടന്ന വണ്ടി എടുത്തുകൊണ്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ബസ്സുകളും JCB ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൈക്കിളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പോൾ ആക്രിയിലെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഈ വികൃതിയുമായിട്ട് അടിയുണ്ടാക്കലാണ് എൻ്റെ മെയിൻ പണി കേട്ടോ. 9 മണിക്ക് തുടങ്ങിയ കളിയാണ്, തീർന്നത് 11:30. 11:30 തീർന്നതല്ല, ഞാൻ വലിച്ചെടുത്തുകൊണ്ട് പോയതാണ് ഇവന്. എനിക്കാണെങ്കിൽ ഉറക്കം വന്ന് ഞാൻ ഇങ്ങനെ തൂങ്ങുവാണ് കേട്ടോ. നല്ലൊരു വണ്ടിയായിരുന്നു, അച്ചച്ച വാങ്ങിച്ചു കൊടുത്താണ്, അതായത് എൻ്റെ പപ്പ. ഇവനത് പാർട്സ് ആക്കി പിന്നെ അത് കഴിഞ്ഞത് സെറ്റ് ചെയ്ത് വെച്ചതാണ് കണ്ടോ. ഭയങ്കര തകൃതിയിലാണ് കളി നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിവനെ അടിച്ചിട്ട് മിണ്ടാതിരിക്കുമ്പോഴത്തേക്കിന് കരഞ്ഞിട്ടാണെങ്കിലും കൂടെ വന്ന് അമ്മ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, പക്ഷേ എന്നാലും എനിക്ക് ദേഷ്യം വരും. ചില സമയത്ത് എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കും ഈച്ചറക്കൻ. പാവൻ്റെ അത് പോട്ടെ, ക്ഷമിച്ച് വിട്ടേക്കാം. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ചച്ച വാങ്ങിച്ചു കൊടുത്ത ബസ്സാണ് ഈ കോലമാക്കി ഗൈസ്. അച്ചച്ചൻ്റെ ബസ് ഈ കോലത്തിലാക്കിയെങ്കിലും അച്ചച്ചനെ ഭയങ്കര കാര്യമാണ് കേട്ടോ. എപ്പോഴും ഉറക്കത്തിൽ അച്ചച്ച അമ്മമ്മ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും സ്നേഹം കൂടുമ്പോഴത്തേക്കിന് അച്ചച്ചനായിട്ട് ഒരുപാട് അടിക്കും, അമ്മമ്മയ്ക്കിട്ടും കൊടുക്കും. ആകെ കൂടി പേടിയുള്ളത് എൻ്റെ അനിയനെ മാത്രമേ ഉള്ളൂ, ആൻറ്റിക്കിട്ടും കൊടുക്കും. വണ്ടികളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്, അപ്പം ഞങ്ങൾ കിടക്കാൻ പോകണം. ടാറ്റാ, എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. ടാറ്റാ, സീ യു, ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. ഒരു ഉമ്മ ചോദിച്ചിട്ട് അവൻ തന്നില്ല, അതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.